വേണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ കൊണ്ട് ഒരു അച്ചാറാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം. ഞാൻ എടുത്ത ആപ്പിൾ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കാൻ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഞാൻ 2 ആപ്പിളാണ് എടുത്തത്, അതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിന് കടുവറുക്കേണ്ട ആവശ്യമില്ല, പച്ച വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ, അതാണ് ടേസ്റ്റ് കിട്ടണത്. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസി ഗ്രീൻ ആപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ 2-3 ദിവസത്തേക്കുള്ളതാണെങ്കിൽ ഒഴിക്കേണ്ട. ഒരാഴ്ച 2 ആഴ്ച വയ്ക്കണമെങ്കിൽ കുറച്ച് വിനാഗിരി, ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിക്കുക. അധികം വിനാഗിരി ഒഴിച്ച് നമ്മളെ വയറ് കേടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ അമർത്തണം. നമസ്കാരം.